നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇന്ദ്ര, നീ കുടിച്ചിട്ടുണ്ടോടാ? അല്ല, നീ പോയിട്ടെന്തായി? എടാ, ആ എണ്ണക്കെട്ട സച്ചിയുടെ മുഖത്ത് നോക്കി 4 വർത്താനം പറയായിരുന്നില്ലേ നിനക്ക്? എന്തിന്? ഒരു ബുദ്ധിമുട്ടിൽ എന്നെ ആ മനുഷ്യൻ പണം തന്ന് സഹായിച്ചേനോ? പണം തന്ന് ചുമ്മാതാണോടാ? പലിശക്കല്ലേ? എടാ, 75,000 രൂപ പലിശ കൊടുക്കാൻ 2 ദിവസത്തെ സാവകാശം പോലും നിനക്ക് തന്നില്ലല്ലോ. കാശിന്റെ കാര്യത്തിൽ എല്ലാവരും അങ്ങനെയാ. കൈനഷ്ടം വരുമെന്ന് തോന്നുമ്പോ ബന്ധവും സ്വന്തവും ഒക്കെ അങ്ങ് മറക്കും. ഓ, ഞാൻ നിനക്ക് സ്വർണ്ണം ഊരി തരാത്തന്റെ ദേഷ്യമായിരിക്കും അല്ലേ? ശരി. എടാ 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 ഞാനത് നിനക്ക് തരാതിരുന്നോണ്ട് നിനക്ക് അവകാശപ്പെട്ട കാശ് തന്നെ നിനക്ക് കിട്ടിയില്ലേ? എന്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് തരട്ടെ എന്ന് കരുതിയിട്ടാ നിന്റെ അനിയത്തി ഒന്നും മിണ്ടാതിരുന്നത്. അവസാനം ഇല്ലാത്ത കാശ് ഓടി വന്നത് കണ്ടില്ലേ? കണ്ടോ? അമ്മേ, ഇന്ന് എന്റെ അഭിമാനം രക്ഷിച്ചത് സോനയും ശ്യാമുവാ. അതുകൊണ്ട് അവരെ കുറിച്ച് ഇനി അമ്മ എന്തു കുറ്റം പറഞ്ഞാലും ഞാനത് അംഗീകരിച്ചു തരാൻ പോണില്ല. സത്യം പറഞ്ഞാലേ ഞാനിപ്പോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് അമ്മ കാരണമാ. അമ്മയാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ എന്താടാ നിന്നെ ചെയ്തത്? കള്ളും കുടിച്ചു വന്നും എന്നെ മെക്കിട്ട് പാഞ്ഞു കയറാൻ വന്നാലുണ്ടല്ലോ. ഞാൻ കള്ളു കുടിച്ചതും അമ്മ കാരണമാ. അമ്മ ഓരോന്ന് കാണിച്ചു കൂടുന്നതിന്റെ ശിക്ഷയാ ഞാൻ അനുഭവിക്കുന്നേ. അത് അമ്മയ്ക്ക് അറിയോ? നീ എന്ത് അനുഭവിച്ചെന്നാ ഇന്ദ്ര? ഞാൻ എന്ത് കാണിച്ചെന്ന് നീ പറയുന്നേ? ഒന്നും കാണിച്ചില്ലേ? അമ്മ എന്തിനാ ഈ മറ്റുള്ളവരുടെ കുടുംബത്തിൽ പോയി ഓരോരുത്തർക്ക് പാര വെക്കുന്നേ? ഞാൻ പാര വെച്ചെന്നോ? ആർക്കടാ ഞാൻ പാര വെച്ചത്? കുടിച്ചെങ്കിൽ വയറ്റി കിടക്കണം. എന്റെ സ്വഭാവം നിനക്കറിയാലോ. അറിയാം, ഇപ്പൊ ശരിക്കും അറിയാം. അന്ന് സത്യന്റെ പ്രശ്നത്തില് സച്ചി സാറിന്റെ വീട്ടിൽ പോയി അമ്മ വഴക്കിട്ടപ്പോഴും ഇവിടെ വന്ന് സച്ചി സാറിന്റെ മകളുടെ കല്യാണം അമ്മ മുടക്കുമെന്ന് പറഞ്ഞപ്പോഴും അമ്മ അതുപോലെ അങ്ങ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. തെറ്റായിപ്പോയി, വലിയ തെറ്റായിപ്പോയി അമ്മ ചെയ്തത്. അമ്മ ഇന്ന് കാണിച്ചതിന്റെ പേരില് ഇന്ദുവിന്റെ കല്യാണം മുടങ്ങിയ ദൈവം പോലും അമ്മയോട് പൊറുക്കില്ല. അവളുടെ കല്യാണം മുടങ്ങാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ ഇതെന്തറിഞ്ഞിട്ട് ഈ പറയുന്നേ? എനിക്കെല്ലാം അറിയാം. ഇന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന്റെ വീട്ടില് അമ്മ പോയില്ലേ? ഞാൻ ആ വീട് അന്വേഷിച്ചു പോയതൊന്നുമല്ല. സുധൻ മോടെ കല്യാണം ക്ഷണിക്കാൻ കൂടെ പോയപ്പോ അവിടെ യാദൃശ്ചികമായി എത്തിപ്പെട്ടതാ. സുധന്റെ പഴയൊരു സുഹൃത്തിന്റെ മകനാ ചെറുക്കൻ. ഏതായാലും അമ്മ അവിടെ പോയല്ലോ. കിട്ടിയ അവസരം ഉപയോഗിച്ച് കൊടുക്കാവുന്ന പണി കൊടുക്കുകയും ചെയ്തു. വലിയ കഷ്ടം അമ്മ ഇത്. എടി, ഞാനായിട്ട് അവിടെ ഒരു കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് അവരെ മനസ്സിലായപ്പോ ഞാൻ വേഗം അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. പക്ഷെ അപ്പോഴേക്കും ആ ചെറുക്കൻ അങ്ങോട്ട് കയറി വന്നു. അവന് പെട്ടെന്ന് എന്നെ മനസ്സിലാവുകയും ചെയ്തു.